തക്കത്തിനെ താം തക്കത്തിനെ താം തക്കത്തിനെ താം തത്തിൻ കിണക്ക് തത്തിൻ കിണക്ക് തത്തിൻ കിണക്ക് താം. മനസ്സിന്റെ നിർവേദ മുഖരാഗമേ അറിയാതെ നീ മാറി ഗാന്ധാരമായി സനി സഗ സഗ സനി സമഗമ ഗമധ സനി സഗ സഗ സനി സമഗമ ഗമധ സനിധ നിധമ ദമഗ സനി ദേവ ഗന്ധർവ രാജ പൂജിതം നാട്യമണ്ഡപം നീ നീജ ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നവോ മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടയിടറവേ മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടയിടറവേ അങ്കോപാംഗം സ്വരമുഖരം. തജ്ജം തതിക്കിടകതാം തജ്ജം തതിക്കിടകതാം തജ്ജം തതിക്കിടകതതിക്കിടകതതിക്കിടകതാം. തെളിയാതെ പൊലിയുന്ന തിരിനാളമേ നിള പോലെ വരളുന്ന മമ മോഹമേ സനി സഗ സഗ സനി സമഗമ ഗമധ സനി സഗ സഗ സനി സമഗമ ഗമധ സനിധ നിധമ ദമഗ സനി സാമ സംഗീത ഭാവ സായോജ ഭാഗ്യമോനന്നറിൽ കാതിലാരിന്നു ചൊല്ലിയാർക്കുന്നു ശാപകീർത്തനങ്ങൾ മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടയിടറവേ മനസ്സിൽ വിടരുമുഷസ്സിൽ കഠിന തമസ്സായി ഇരുളിലിവിടയിടറവേ അങ്കോപാംഗം സ്വരമുഖരം. സനി സഗ സനി സ സനി സഗ സനി സ സനി സഗ സനി സ ഗമം മമ്മ ഗമദനി ദമദ്ദ ഗമദനി ദമദ്ദ ഗമദനി ദമദ്ദ തനിന്നി സ സനി സരി സ സനി സരി സ സനി സരി സ സ സ സനി സ ഗ ഗ സനി സ ഗ ഗ സനി സ ഗ ഗ ഗ ഗ സനി സ മ മ മ സനി സ ഗ ഗ ഗ ഗ സരി ഗുഡ് മോളെ ഗുഡ് ഗുഡ്. താങ്ക് യു. അനഘ പറ. ഓ ഈ പാട്ട് എങ്ങനെയുണ്ടായി ഗ്രൂവ് റൗണ്ടിൽ പാടാൻ? ഗ്രൂവ് അത്ര കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. മാനേജ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂവ് ആയിരുന്നു. ആണോ? അങ്ങനത്തെ രീതിയിലാണോ സൂപ്പർ ഓർക്കസ്ട്ര സെറ്റ് ചെയ്ത് തന്നത്? അപ്പൊ അവർക്ക് എന്തോ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. കൈക്കൂലി തന്നോ അനഘ പാച്ചു ചേട്ടാ? ഇല്ല അല്ലേ? ഓക്കെ ചോദിക്കാം. ശരത് സാർ. അനോകേ സാർ നന്നായിട്ട് പാടി. കുറച്ച് ശ്രുതിയുടെ കാര്യമാണ് എനിക്ക് അവിടെ ഇവിടെ ഒരു പ്രധാനമായിട്ട് തോന്നിയത്. പിന്നെ അകതാരിൽ അതൊന്ന് പാടാമോ? ആ വരവീണ വരവീണ വീണ വീണ അകത്താരിലണിയുന്നവര വീണ. ആ അതൊക്കെ നോക്കണം. അതിൻ്റെ ഒരു സഞ്ചാര പഥമില്ലേ എല്ലാ സ്കെയിലുകൾക്കും. നമുക്കൊരു ടെൻഡൻസി എന്താണ് എന്ന് പാടാം. അത് പാടരുത്, ഇതേ പാടാവും. അപ്പോഴാണ് അതിനൊരു ഒരു ഗുമ്മുണ്ടാവുന്നത്. മനസ്സിൽ
വിടരും ഒരു ഉഷസ്സിൻ കഴിഞ്ഞിട്ട് മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി കഠിന മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി കഠിനത്തിന്റെ ഠാ കേൾക്കണം അത്രേ ഉള്ളൂ. പിന്നെ അങ്കോപാങ്കം സ്വരമുഖരം എന്താ അങ്ങനെ ആയി പോയത്? അനുപല്ലവി കഴിഞ്ഞല്ല ചരണം കഴിഞ്ഞിട്ടുള്ളത്. അത് എന്റെ അമ്മയ്ക്ക് ശ്വാസം കിട്ടൂല, അപ്പം ഞാൻ പകുതി കട്ട് ചെയ്യാൻ നോക്കി. ചക്ര അതൊക്കെ വേണ്ടേ പ്ലാൻ ചെയ്യാൻ? അതുപോലെ അതങ്ങ് മൊത്തത്തിലും അലമ്പായി പോയി. അതാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് പാടാമോ കൃത്യമായിട്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന്? മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിൽ ഇവിടെ ഇടറവേ മനസ്സിൽ വിടരും ഉഷസ്സിൽ കഠിന തമസ്സായി ഇരുളിൽ ഇവിടെ ഇടറവേ അങ്കോപാങ്കം സ്വരമുഖരം. ഇതാണ് സ്വരമുഖരം. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ഒരു ഐറ്റം പാടാൻ വന്നിട്ട് അത് കയ്യിൽ നിന്ന് പോയതാണ്. അതായിരുന്നു ഒരു ഭീകരമായിരുന്നത്. മറ്റേതൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഒക്കെ ഈ ശ്രുതി ഒന്ന് ശ്രദ്ധിച്ചോളാണ് ആനൊക്കെ കേട്ടോ. കാര്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് അതിങ്ങനെ ചേരാതെ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് സസ്റ്റെയിൻസ് ഒക്കെ വരുമ്പോൾ അതറിയും. അതൊന്നും നോക്കിക്കൊള്ളാം, അതേ ഉള്ളൂ. ബാക്കി നല്ലൊരു പാട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ചക്കര ചിത്ര ചേച്ചിയുടെ പാട്ടെടുത്തുകൊണ്ടൊന്ന് പാടിയതിൽ കുറേ സന്തോഷം. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണേ. ട്രാവൽ എപ്പോഴും ഏത് സ്കെയിലാണോ അതിനകത്ത് തന്നെ നിന്ന് അതാണ് സുഖം കേട്ടോ. സഞ്ജയ് സൂപ്പർ ആയിരുന്നു കേട്ടോ. സഞ്ജയ് മറന്നുപോയി. സഞ്ജയുടെ ശബ്ദം ഇങ്ങനെ ഇവിടെ മുഴങ്ങി. സൂപ്പർ ആയിരുന്നു. അനഘ സർ നന്നായിരുന്നു. താങ്ക് യു സർ. ഇതൊരു ടഫ് സോങ് ആണ്. നമ്മൾ നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നിയത് ശ്രുതി, പിന്നെ അതുപോലെ അക്ഷരസ്ഫുടത. കാരണം ഇപ്പോൾ ഈ സ്വരമുഖരം അഘ, നമ്മളിപ്പോൾ അനഘ എന്ന് പറയുന്നത് പോലെ അനഘ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനഘ എന്ന് പറയണ്ടേ. അതുപോലെ അഠ, അതൊക്കെ ഒന്ന് കേൾക്കണം. കാരണം ഇതെല്ലാം മറ്റേ ടക്ക 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 എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരു പാട്ടാണല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലുവൻസി അതും കൂടെ ഒന്ന് വന്നിരുന്നെങ്കിൽ കുറച്ചൊരു എടുപ്പ് ഉണ്ടായേനെന്ന് എനിക്ക്. പ്രത്യേകിച്ച് ആ ഠ എന്ന് പറഞ്ഞ വാക്ക്, സ്വരമുഖരം, അതുപോലെ വിടരും ഉഷസ്സിൽ, അതിനൊക്കെ ഒരു കുറച്ചുകൂടി ഒരു എക്സ്ട്രാ പുഷ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അവിടെയും ഓർക്കസ്ട്രേഷനൊക്കെ അല്ല, ഇത് അവിടെ മാറിയിട്ടാണോ വായിച്ചത്? മാറിയിട്ടാണ് വായിച്ചത്. ഓക്കെ. ദെൻ അഗൈൻ ഒറിജിനൽ സോങ്ങിൽ അവിടെ ഇപ്പോൾ ഒരു എക്സ്ട്രാ പുഷ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടായേനെന്ന് എനിക്ക് തോന്നി. പിന്നെ ഗ്രൂവ് റൗണ്ട് ആയതുകൊണ്ട് നമ്മുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയൊരു കൈയ്യടി. ആ ഒരു ഭയങ്കര രസമുള്ള ഒരു ഋതം ആയിരുന്നു അത്. ആ ഒരു പോർഷനിൽ അവർ പ്ലേ ചെയ്തത് ഭയങ്കര രസമായിരുന്നു കേട്ടോ, കലക്കിയത്. പിന്നെ ഓഫ് കോഴ്സ് സഞ്ജയ് കലക്കി. സഞ്ജയ് പെട്ടെന്ന് ഒരു ഭൂമി കുലുക്കം പോലെയാണ് വന്നത്. അങ്ങനെയായിരുന്നു. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അത്രേ ഉള്ളൂ എനക്ക്. ശ്രുതി അതുപോലെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രൊണൗൺസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഈ മുഖം, ആ ഒരു ഠ, അങ്ങനെ ഉഷസ് എന്നൊക്കെ, അതൊക്കെ ഒന്ന് അടിച്ചു നിൽക്കണം. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി അനഘ, ചക്കരെ നന്നായിരുന്നു മോളെ. നൈസ് അറ്റംപ്റ്റ്. ഇതൊക്കെ വളരെ അത്ര ഈസി അല്ല. ഒന്നാമത് നല്ല റിത്മിക് ബാക്കിംഗ് ഇതിൻ്റെ കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ഇവർ ഗ്രൂവ് മാറ്റി വായിക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് കൺഫ്യൂസിങ് ആവും. അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ഗുമ്മ് വരണമെങ്കിൽ അത് അതിൻ്റെതായ ഇതിൽ തന്നെ പോകണം. ക്ലാസ് ആയിട്ട് വായിച്ചു, സൂപ്പറായിരുന്നു ഓർക്കസ്ട്ര. അത് മോളെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി കേട്ടോ. എനിക്കിതിൽ ഒരു സജഷൻ ഉണ്ടായിരുന്നത് സനി സഗ സഗ സനി സമ ഗമ ഗമദ, ആ കോറസ് അവിടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനേന്നൊരു അഭിപ്രായം തോന്നി എനിക്ക്. 2-3 പേര് അത് പാടിയിരുന്നെങ്കിൽ രസമായേനെ. കാരണം അവിടെ മോള് മാത്രം ഒറ്റയ്ക്ക് കുറേ, കാരണം അതിനുശേഷം വരുന്ന വരികളൊക്കെ ശ്വാസം കിട്ടാത്ത വരിയാണ്. അപ്പോൾ ഈ സനി സഗ സഗ സനി സമ ഗമ ഗമദ സനിത നിതമ തമഗ സനി ദേവ ഗന്ധർവ, ഇത് ഒരുമിച്ചെടുക്കുമ്പോൾ ശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം വരും. കാരണം അതിന് ശേഷം കഷ്ടമാണ്. അപ്പോൾ അവിടെ കോറസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതൊരു റിലീഫ് ആയേനെ. അവിടെ അത് അറേഞ്ച് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം. അല്ലാതെ മോളെ നന്നായി പാടി. ഈ സാറ് പറഞ്ഞ ആ പോയിന്റ്സ് തന്നെ എനിക്ക് ശ്രുതിയാണ് തോന്നിയത്. കുറേയൊക്കെ സരി രിഗ ഗമ ആ സസ്റ്റെയിനിലും കുറേശ്ശെ ഒന്ന് ചേരാൻ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ഷാർപ്പാവുന്നുണ്ട്. ചില സമയത്ത് ഓക്കെ ആവും, പിന്നെ കുറച്ച് ഫ്ലാറ്റ് ആവും. അപ്പോൾ ആ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് പാട്ട് അങ്ങനത്തെ ഒരു ടക്ക് ടക്ക്
ബ്ലാക്ക് പാട്ടാണ്. അപ്പം ഇതിനകത്ത് നമ്മളത് പെട്ടെന്ന് അത് വേറിട്ട് നിൽക്കും, ആ ശ്രുതി ചേരാണ്ട് വരുമ്പോൾ. അത് മാത്രമായിരുന്നു ഇതിനകത്ത് എനിക്ക് തോന്നി. അല്ലാതെ നല്ല മിടുക്കിയായിട്ട് തന്നെ എല്ലാം പഠിച്ച് പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഫാസ്റ്റ് ചോദിക്കാം. ശരത് സർ. അനഘേ, ആ സാർ. പാടുന്നില്ല, ഓക്ടാവ്സ് പാടുന്നില്ലേ? ആ അത് ഷഡ്ജം മാത്രം വെച്ചിട്ട് പാടാമോ? സാ 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 ഗ സാ മാ. ചുമ്മാ ജസ്റ്റ് ട്രൈ. ചുമ്മാ ഇങ്ങനെയൊക്കെ കൊണ്ട് നമ്മൾ പ്രാക്ടീസ് അതോ അയ്യോ ഒന്ന് പാടി നോക്കി. ദേവഗന്ധർവരാജ ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം. അത് കണക്ട് ചെയ്ത് പാടാം. അപ്പൊ ഈ വൃത്തികേട് വരത്തില്ല. ആ ഒരു ഗ്ലൈഡും കൂടെ ഒന്ന് ഗ്ലൈഡ് ചെയ്ത് ഇട്ടാ കുഴപ്പമില്ല. ദേവഗന്ധർവരാജ പൂജിതം നാട്യമണ്ഡപം. അല്ല, നമ്മള് പറഞ്ഞാ അത് പാടുന്നത് നല്ലതല്ലേ? അതെ, അത് അപ്പൊ ഗ്രാസ്പ് ചെയ്തിട്ട് പാടുക എന്നുള്ളത് അത്രേ ഉള്ളൂ. ഇത് പാടി വന്നിട്ട് 9.1 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ചേച്ചി. സഞ്ജയ് അടിപൊളിയായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. മോളെ 9.1 മാർക്സ്. താങ്ക് യു മാം. ഷാനിക്ക. അനഘ. താങ്ക് യു സാർ. ഓക്കെ, സോ ടോട്ടൽ 18.2. താങ്ക് യു. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ.